സമീപകാലത്ത് മലയാളത്തിലിറങ്ങിയ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ വർത്തമാനങ്ങളിൽ ഇടം നേടിയിരിക്കുകയാണ് കൊടൈക്കനാലിലെ ഗുണ കേവ് എന്ന സ്ഥലം. എന്നാൽ ഗുണ കേവിനേക്കാൾ ഭയാനകവും അപകടങ്ങളും നിറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ഇവിടെ വടക്കുനോക്കി യന്ത്രങ്ങളും ഫോണുകളും നിശ്ചലമാകുന്ന ആത്മഹത്യാവനമാണ്. ആയിരത്തി 1992 തമിഴ് നടനായ കമലഹാസൻ അഭിനയിച്ച ഗുണ എന്ന ചിത്രം റിലീസ് ചെയ്തതിനു ശേഷമാണ് ഈ ഗുഹയുടെ പ്രശസ്തി വർദ്ധിക്കുകയും സഞ്ചാരികൾ ഒഴുകിയെത്തുകയും ചെയ്തത്. അതിനു പിന്നാലെയാണ് ഗുഹയ്ക്ക് ഗുണ കേവ്സ് എന്ന പേര് വീണത്. എന്നാൽ കൊടൈക്കനാൽ ടൗണിന് പുറത്തായി സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഈ ഗുഹ 1821 ഇംഗ്ലീഷ് ഓഫീസറായിരുന്ന BS വാർഡാണ് കണ്ടെത്തിയത്. അന്ന് കൊടൈക്കനാൽ സന്ദർശിക്കാനെത്തിയ സായിപ്പ് കാടുമൂടിക്കിടന്ന ഈ പ്രദേശത്ത് നിന്ന് ദുരൂഹമായ ചില ശബ്ദം കേൾക്കുകയും അവിടെ നിന്ന് പുക ഉയരുന്നതുമായി കണ്ടു. തുടർന്ന് അദ്ദേഹവും സംഘവും കാട് വെട്ടി തെളിച്ചപ്പോഴാണ് ഈ ഗുഹ കാണാനായത്. ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് കടക്കാവുന്ന ഇടനാഴിയിലൂടെ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ കൂടുതൽ ആഴമേറിയ ഭാഗങ്ങൾ അവർക്ക് ദൃശ്യമായി. സമുദ്രനിരപ്പിൽ നിന്നും 2230 മീറ്റർ ഉയരത്തിലായതിനാൽ കൊടും തണുപ്പാണ് ഗുഹാ പരിസരത്ത്. മുന്നോട്ട് പോകുന്തോറും ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുന്നതായും സായിപ്പ് തിരിച്ചറിഞ്ഞു. ശ്വാസതടസ്സം കാരണം അവർക്ക് കൂടുതൽ മുന്നോട്ട് പോകാനായില്ല. അങ്ങനെ ആ ഗുഹയ്ക്കടിയിൽ നിന്നും പുക വരുന്നതുകൊണ്ട് സായിപ്പ് അത് പിശാചുക്കളുടെ അടുക്കളയാണ് എന്ന് പറയുകയും പിന്നീട് ഡെവിൾസ് കിച്ചൺ എന്ന പേര് വീഴുകയും ചെയ്തു. അതിനുശേഷമാണ് ഗുണ എന്ന സിനിമ റിലീസാവുകയും ഗുണ കേവ് എന്ന പേര് വരികയും ചെയ്തത്. പുരാണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥയും ഈ ഗുഹയ്ക്ക് പറയാനുണ്ട്. അജ്ഞാതവാസക്കാലത്ത് പാണ്ഡവർ ഇവിടെയും വന്നു താമസിച്ചിട്ടുണ്ട് എന്നതാണ് ആ കഥ. അവർ പാചകം ചെയ്യുമ്പോഴാണ് പുക പുറത്തേക്ക് വന്നിരുന്നത് എന്നും പറയപ്പെടുന്നു. ഏതായിരുന്നാലും ഗുണ കേവിൻ്റെ ഭീകരതയെക്കുറിച്ച് അടുത്ത കാലത്ത് ഒരു തവണയെങ്കിലും സംസാരിക്കാത്തവർ കുറവായിരിക്കും. എന്നാൽ ഇന്നുവരെ കേട്ട കഥകൾ വെച്ച് നോക്കുമ്പോൾ ഗുണ കേവ് പോലെയോ അതിനേക്കാളോ ഭയാനകവും ഭീകരവുമായ മറ്റൊരിടം ഈ ലോകത്തുണ്ട്. മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു കൊടുംവനം. ഈ വനത്തിനുള്ളിലേക്ക് കയറിപ്പോയവരിൽ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് തിരിച്ചു വന്നിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വൃക്ഷസാഗരം എന്നും ആത്മഹത്യാവനം എന്നുമൊക്കെ അറിയപ്പെടുന്ന ഈ വനം ജപ്പാനിലെ ആവോക്കി ഗഹര വനമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ 2ാം സ്ഥാനമാണ് ഈ വനത്തിനുള്ളത്. 1ാം സ്ഥാനത്ത് US-ലെ ഗോൾഡൻ ഗേറ്റ് പാലമായിരുന്നു. ഈ പാലത്തിൽ ഇപ്പോൾ ആത്മഹത്യാ ശ്രമങ്ങൾ തടയാനായി അധികൃതർ വലകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആത്മഹത്യക്കെതിരെയുള്ള അവബോധങ്ങൾ ഉൾപ്പെടുന്ന ബോർഡുകളും പോസ്റ്ററുകളുമൊക്കെ ആവോഗി ഗഹര വനത്തിനു പുറത്ത് ജപ്പാനീസ് അധികൃതർ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം ഈ വനത്തിൻ്റെ അന്തരീക്ഷം കാണുമ്പോൾ തന്നെ ആളുകളിൽ അത്തരം ചിന്തകൾ ഉണ്ടാകുമെന്നാണ് അധികൃതർ പറയുന്നത്. 35 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ആവോഗി ഗഹരയിലേക്ക് ജപ്പാൻ്റെ തലസ്ഥാന നഗരമായ ടോക്കിയോയിൽ നിന്ന് 2 മണിക്കൂർ യാത്രയുണ്ട്. വൃക്ഷങ്ങൾ തിങ്ങിനിറഞ്ഞ് നിൽക്കുന്നതിനാൽ ഈ കാട് മരങ്ങളുടെ സമുദ്രം എന്നും അറിയപ്പെടാറുണ്ട്. ഇവിടെ വലിയ തോതിൽ കാന്തിക മൂലകങ്ങളുടെ നിക്ഷേപമുണ്ട്. അഗ്നിപർവ്വത പ്രവർത്തനങ്ങളാൽ ഉണ്ടായതാണ് ഇത്. അതിനാൽ വടക്ക് നോക്കി യന്ത്രങ്ങളും മറ്റ് ഉപകരണങ്ങളും ഇവിടെ എത്തിയാൽ പ്രവർത്തിക്കില്ല. മൊബൈൽ ഫോണുകൾ സിഗ്നലും ലഭിക്കുകയില്ല. ഇടതൂർന്ന മരങ്ങൾ ഒരുക്കുന്ന കെണിയിൽ വന്ന വഴി കണ്ടുപിടിക്കുക അസാധ്യമായ കാര്യമാണ്. ചുരുക്കത്തിൽ ഇതിനുള്ളിലേക്ക് കയറുന്നവർക്ക് പുറത്തേക്ക് ഇറങ്ങുക ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ സാഹസികരായ ചില വിനോദസഞ്ചാരികൾ ഈ കാട്ടിൽ കയറി തിരിച്ചിറങ്ങിയിട്ടുമുണ്ട്. പ്ലാസ്റ്റിക് കയറുകളും ടേപ്പുകളുമൊക്കെ ഉപയോഗിച്ച് വഴി അടയാളപ്പെടുത്തിയാണ് അവർ കയറി ഇറങ്ങിയത് എന്ന് മാത്രം.